ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ലോക സമ്പദ് വ്യവസ്ഥ വളരെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ട്രംപിൻ്റെ വളരെ ശക്തമായിട്ടുള്ള പ്രഹരങ്ങൾ മറ്റ് രാജ്യങ്ങൾക്കെതിരെ, വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ടാരിഫ് യുദ്ധം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നാം സ്റ്റേജ് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഒന്നാം സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒത്തിരി രാജ്യങ്ങൾക്കെതിരെ ഏകദേശം 96 രാജ്യങ്ങളും, ഇവിടെ പറയാം 96 രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ 100 രാജ്യങ്ങളോളം, അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള മേജർ ട്രേഡിംഗ് പാർട്ട്നേഴ്സായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് ടാരിഫ് ഏർപ്പെടുത്തിയിരുന്നു ഒന്നാമത്തെ സ്റ്റേജിൽ. അപ്പോൾ ഇന്ത്യക്കെതിരെ 27%, ടാരിഫ് ഏർപ്പെടുത്തി. ചൈനയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ ടാരിഫ് ഏർപ്പെടുത്തി. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, വിയറ്റ്നാം, ജപ്പാൻ, അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളായിട്ടുള്ള ജപ്പാൻ, സൗത്ത് കൊറിയ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങൾക്കെതിരെയും. റഷ്യയുടെ മാത്രം പേര് നമ്മൾ ലിസ്റ്റിൽ കണ്ടില്ല. കാരണം റഷ്യ അമേരിക്ക തമ്മിലുള്ള ട്രേഡ് വളരെ നെഗ്ലിജിബിൾ ആണ്, വളരെ കുറവാണ്. കാരണം റഷ്യക്ക് അമേരിക്കയുടെ ട്രേഡിലാണ്ട് വളരെ കുറച്ച് സർപ്ലസ് മാത്രമാണെന്ന് തോന്നുന്നു. 2 ബില്യനോ അങ്ങനെ ആണെന്ന് തോന്നുന്നു. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ, ചെറിയ രാജ്യമായിട്ടുള്ള വിയറ്റ്നാമിനാണ് $125 ബില്യൺ സർപ്ലസ് ആണ് അമേരിക്കയിലുള്ള ട്രേഡിൽ. ഇന്ത്യക്ക് 40 ബില്യൺ മേലെ. ചൈനയ്ക്ക് അറിയാമല്ലോ, തീർച്ചയായിട്ടും ഭീമാകാരമായിട്ടുള്ള എമൗണ്ടിലാണ് അവരുടെ സർപ്ലസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ജപ്പാനും അതുപോലുള്ള എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കെതിരെ, കാരണം ട്രംപ് തീർച്ചയായിട്ടും ടാരിഫ് ഏർപ്പെടുത്തുന്ന അവരുമായിട്ട് ട്രേഡ് ചെയ്ത രാജ്യങ്ങൾക്ക്, സർപ്ലസ് ഉള്ള രാജ്യങ്ങൾക്കാണ് തീർച്ചയായിട്ടും. ഡെഫിസിറ്റ് ഉള്ള രാജ്യങ്ങളുടെ മേൽ ടാരിഫ് ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ട്രേഡ്, വ്യാപാരം അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒന്നാം സ്റ്റേജ് കഴിഞ്ഞു. ഒന്നാം സ്റ്റേജ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ടാരിഫ് ഈ ഏർപ്പെടുത്തിയ 10-75 രാജ്യങ്ങൾക്ക് ട്രംപ് ഒരു 90 ദിവസത്തെ ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. ഒരു പോസ് അല്ലെങ്കിൽ അത് നിർത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അത് ഇന്ത്യയൊക്കെ ഉൾപ്പെടും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ട്രംപിൻ്റെ ഒരേ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരുമല്ല, ചൈനയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. കാരണം ചൈനയാണ് അമേരിക്ക കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ശക്തിയും, അല്ലെങ്കിൽ അമേരിക്ക കഴിഞ്ഞ രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക മുന്നേറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞ, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. കാരണം ചൈനയുടെയും അമേരിക്കയുടെയും GDP തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഒരു ഷോർട്ട് മീഡിയം ടൈമിലൊന്നും ചൈനയ്ക്ക് അതിനെ സർപ്പാസ് ചെയ്യാനോ അല്ലെങ്കിൽ മറികടക്കാനോ സാധിക്കത്തില്ല. എന്നിരുന്നാൽ തന്നെയും അമേരിക്കയുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് ഒരു കോമ്പറ്റീറ്റർ. കാരണം റഷ്യ മിലിറ്ററിലി മാത്രമേ ഉള്ളൂ അമേരിക്കയുടെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞത്. ചൈനയെ സംബന്ധിച്ച് ഇക്കണോമിക്കലി, സാമ്പത്തികമായിട്ട് അമേരിക്കയുടെ ഒരേ ഒരു കോമ്പറ്റീറ്റർ ചൈന മാത്രമാണ്. അപ്പം ആ ചൈനയെ നിലയ്ക്ക് നിർത്തുക, അല്ലെങ്കിൽ ചൈനയെ വരുതിക്ക് കൊണ്ടുവരിക, ചൈനയെ ഒതുക്കുക എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ ലോകത്തിൻ്റെ ഫാക്ടറിയാണ് ചൈന. കാരണം മാസീവായിട്ടുള്ള മാസ് പ്രൊഡക്ഷനും മാസ് മാനുഫാക്ചറിങ്ങും ഒക്കെ A to Z ഐറ്റംസ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ലോകരാജ്യങ്ങളുടെ മേൽ, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ എല്ലാം സാമ്പത്തിക വിപണിയിലേക്ക്, മാർക്കറ്റിലേക്ക് ചൈന അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് ലോകത്തിൻ്റെ ഫാക്ടറിയെ ചൈന നിലനിൽക്കുന്നത് അമേരിക്കയുടെ ഏകാധിപത്യത്തിന് അത് വലിയൊരു ഭീഷണിയാണ് എന്നുള്ളത് അമേരിക്കയ്ക്ക് ഒരു തിരിച്ചറിവുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ട്രംപ് പറയുന്ന, ഇതിനു മുമ്പുള്ള പ്രസിഡന്റുമാരൊന്നും തന്നെ കാര്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ കൈക്കൊണ്ടില്ല. അവരുടെ എല്ലാം സ്റ്റുപ്പിഡ് പോളിസിയുടെ, അല്ലെങ്കിൽ വിവരം കെട്ട നയങ്ങളുടെ ഫലമായിട്ടാണ് ചൈന ഇത്രയും വളർന്നത്. അപ്പോൾ അതിന് ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ഒരു താല്പര്യവും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കയെ ഏറ്റവും വലിയ രാജ്യമാക്കി മാറ്റുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പം ചൈനയുടെ വളർച്ച ഇപ്പോഴും തടഞ്ഞില്ലെങ്കിൽ ചൈന അമേരിക്കൻ വിരുദ്ധ ചേരി ഉണ്ടാക്കി അമേരിക്കയുടെ ഏകാധിപത്യത്തെയും അല്ലെങ്കിൽ സൂപ്പർ പവർ സ്റ്റാറ്റസിനെയൊക്കെ ചലഞ്ച് ചെയ്യും എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ആളല്ല. ഏത് സമയത്ത് ഏത് രീതിയിലും എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. അപ്പം
ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന മോഡി, ട്രൂഡോ, അല്ലെങ്കിൽ ജപ്പാനീസ് പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അവരുടെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണല്ലോ ഇവരൊക്കെ. അപ്പൊ ഈ രാജ്യങ്ങൾക്ക് പോലും തീർച്ചയായിട്ടും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള പോളിസി മേക്കറാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തും ബ്ലണ്ടായിട്ട് സംസാരിക്കുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പം അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രമാണ് ട്രംപിന്റെ താല്പര്യം എന്നാണ് ട്രംപ് ആദ്യം മുതലേ, കഴിഞ്ഞ ടേമിലും ട്രംപ് അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം പല രാജ്യങ്ങളുടെ മുകളിലും ഈ പറഞ്ഞ തീരുവകൾ ഏർപ്പെടുത്തിയെങ്കിലും, ഈ പറഞ്ഞ വ്യാപാര യുദ്ധം അദ്ദേഹം പിന്നെ തുടങ്ങിയെങ്കിലും, ഇപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് അമേരിക്കയുടെ ട്രംപിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു രാജ്യത്തെ കേന്ദ്രീകരിച്ച് മാത്രമാണ്, അത് ചൈനയാണ് ചെയ്യുന്നത്. അപ്പം ലോക രാജ്യങ്ങൾക്ക് 90 ദിവസം ഗ്യാപ്പ് കൊടുക്കുന്നു, ഇളവുകൾ കൊടുക്കുന്നു, തൽക്കാലം അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, മരവിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ യൂറോപ്യൻ യൂണിയനോടുള്ള ഒരു സമീപനമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ട്രംപ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അല്ലെ എവിടെ സ്റ്റാർട്ട് ചെയ്തു, അവിടത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. കാരണം മറ്റ് രാജ്യങ്ങൾക്കെതിരെ കർക്കശമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത് തൽക്കാലം മരവിപ്പിച്ചിട്ടുണ്ട്. ചൈനയെ മാത്രമാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓരോ ദിവസം കഴിയുന്നതോറും ചൈനയുടെ മുകളിലുള്ള താരിഫ് വർദ്ധിപ്പിക്കുക, ചൈന തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുക. ഇതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്. മറ്റ് ലോക രാജ്യങ്ങൾക്ക് അതേ രീതിയിൽ പ്രതികരിക്കാനുള്ളൊരു പല കാരണങ്ങൾ കൊണ്ടുള്ള ശക്തി ഇല്ല. ചൈന മാത്രമാണ് ഈ ശക്തമായിട്ടുള്ള ഒരു റെസിപ്രോക്കലായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു തിരിച്ചടി എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഈ ടാരിഫ് തിരിച്ചു ഏർപ്പെടുത്തുന്ന, റിവേഴ്സ് റിട്ടേൺ ആയിട്ട് നടക്കുന്നത്. അപ്പം മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് വലിയ ത്രെട്ടില്ല. ട്രേഡിൽ അവർക്ക് സർപ്ലസ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ചൈനയെ പോലൊരു കോമ്പറ്റീറ്റർ അല്ല മറ്റു രാജ്യങ്ങളൊന്നും തന്നെ. ജപ്പാനായാലും ജർമ്മനി ആയാലും യൂറോപ്യൻ യൂണിയൻ ആയാലും പിന്നെ ഇന്ത്യ ആയാലും റഷ്യ ആയാലും. റഷ്യ സാമ്പത്തികമായിട്ടൊരു കോമ്പറ്റീറ്റർ അല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ചൈനയെ കൺട്രോൾ ചെയ്യുക, ചൈനയെ നിയന്ത്രിക്കുക, നിലയ്ക്ക് നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ചൈനയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ട്രംപിന്റെ നിലപാടുകൾക്ക് മാറ്റം വരുന്നത്. ആദ്യം മുതലേ ചൈനയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചൈന ഏത് രീതിയിലും ചൈനയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളത് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ, ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം തന്നെയായിരുന്നു. അപ്പം ചൈനയെ ഒരു രീതിയിൽ ഇനി മുമ്പോട്ട് വളർത്തുവാൻ അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയായിട്ട് മാറും. ഇനിയും അതിനെ നമ്മൾ അനുവദിച്ചുകൂടാ എന്നുള്ളൊരു തീരുമാനമാണ് ട്രംപിനെ ഇങ്ങനെ ഉള്ളൊരു നയത്തിലേക്ക് എത്തിക്കുവാൻ കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചൈനയെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു ചോദിച്ചാൽ നമുക്കത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. കാരണം ചൈനയുടെ സാമ്പത്തിക വളർച്ച തന്നെയാണ്, അത്ഭുതകരമായിട്ടുള്ള സാമ്പത്തിക വളർച്ച. പിന്നെ ഈ എല്ലാ മേഖലയിലും അവർ ഉള്ള അവരുടെ മാനുഫാക്ചറിങ് ബേസ്, സപ്ലൈ ചെയിന്, ഇതൊക്കെ തന്നെ ചൈനയ്ക്ക് മാത്രമല്ല, അമേരിക്കയ്ക്ക് മാത്രമല്ല, ഇന്ത്യയെ പോലുള്ള രാജ്യത്തിനും വലിയ ത്രെട്ടാണ്. കാരണം ഇന്ത്യയുടെ വളർച്ചയ്ക്കും വിഘാതമായി നിൽക്കുന്നത് ചൈന ഇപ്പോൾ ഏറ്റവും ചീപ്പ് ലേബർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഏത് സാധനവും നിർമ്മിക്കാൻ സാധിക്കും. നിർമ്മിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് കോണിലും അവർക്കത് വിറ്റഴിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ചൈനയെ സംബന്ധിച്ചുണ്ട്. അപ്പം അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ചൈനയിൽ നിലനിൽക്കുമ്പോൾ ഇന്ത്യയെപ്പോലെ വളരുവാൻ കഴിവുള്ള, ആഗ്രഹമുള്ള ഒരു രാജ്യത്തിന് തീർച്ചയായിട്ടും അത് വലിയൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്, ഒരു തടസ്സമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചൈനയിലെ ഈ സപ്ലൈ ചെയിൻസും മാനുഫാക്ചറിങ് ബേസും ഒക്കെ, അല്ലെങ്കിൽ ചൈന എത്രത്തോളം ഇൻഡസ്ട്രിയലൈസ് ചെയ്യപ്പെട്ടോ, ആ ഇൻഡസ്ട്രിയലൈസേഷൻ റിവേഴ്സ് ചെയ്താൽ മാത്രമേ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് അത് ഗുണകരമാകൂ. ഇന്ത്യ പോലെ രാജ്യങ്ങൾക്ക് ഗുണകരമാകുന്നത് ചുമ്മാ ഇവിടെ കൈയും കെട്ടി നോക്കുന്നത് നമുക്ക് ഗുണമാകത്തില്ല. നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ അവിടെ നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള പോളിസീസിൽ മാറ്റം ഉണ്ടാകണം. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ലോജിസ്റ്റിക്സ്, നമ്മുടെ നയപരമായിട്ടുള്ള മാറ്റങ്ങൾ, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മളുടെ ട്രേഡ് റിലേഷൻസ്, ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, ഇതിലൊക്കെ നമ്മൾ വളരെ അഗ്രസീവായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പ്രോ ആക്റ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ പറഞ്ഞ ഇപ്പോൾ കൈവന്നിരിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അത് തീർച്ചയായിട്ടും നമ്മളുടെ ഭരണകർത്താക്കളുടെയും ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെയൊക്കെ കൂട്ടായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ്, കോർഡിനേറ്റഡ് ആയിട്ടുള്ളൊരു എഫേർട്ട് കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ.
പ്രധാനമായിട്ടും നമ്മുടെ ഭരണപക്ഷത്തു നിന്നുള്ള ഭരിക്കുന്ന സർക്കാരിൻ്റെ പക്ഷത്തു നിന്നാണ് പോളിസീസിലും അല്ലെങ്കിൽ നയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഇപ്പോഴും ഇന്ത്യയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്നും ഒരിക്കലും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, സഫീഷ്യൻ്റ് അല്ല ഇപ്പോഴും നമുക്ക്. ലോകത്തിലെ ഒരു ചൈനയെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഇക്കോസിസ്റ്റം ഇപ്പോഴും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു യാത്രയുമല്ല ഇന്ത്യയിൽ നിന്ന്. അപ്പം അതിനകത്തിൽ ദ്രുതഗതിയിൽ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇന്ത്യക്ക് ഈ അവസരങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, ചെറിയ രാജ്യങ്ങളായിട്ടുള്ള വിയറ്റ്നാം അല്ലെങ്കിൽ ഈവൻ ബംഗ്ലാദേശ്, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ആ അവസരങ്ങൾ തട്ടിയെടുക്കും. അപ്പോൾ ഇന്ത്യക്ക് വീണ്ടും നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ, പഴയതുപോലെ നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയെ തളയ്ക്കുക, ചൈനയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇപ്പോഴും അമേരിക്ക ഒന്നാമത്തെ ലോക സാമ്പത്തിക ശക്തിയാണെങ്കിൽ തന്നെയും, ചൈനയ്ക്ക് വളരെ മുകളിലാണെങ്കിൽ തന്നെയും, ഈ ഒരു പോക്ക് ചൈന തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൂപ്രമസിയെ അല്ലെങ്കിൽ ഏകാധിപത്യത്തെ അല്ലെങ്കിൽ അവരുടെ സൂപ്പർ പവർ എന്നുള്ള സ്റ്റാറ്റസിനെ മറികടന്ന് ചൈന ഒന്നാമനാകും എന്നുള്ളൊരു ഭയം പിന്നെ അമേരിക്കയുടെ രാജ്യത്തിൻ്റെ പല തലത്തു നിന്ന് നമുക്കത് അറിയാൻ സാധിക്കും. അപ്പം ട്രംപ് പറയുന്നത് ശത്രുവിൻ്റെ കരുത്ത് എന്താണോ അതിൽ ശത്രു കേന്ദ്രീകരിക്കുക എന്നാണ് ട്രംപ് പയറ്റുന്ന ആ ഒരു ചീട്ടെന്ന് പറയുന്നത്. കാരണം ട്രംപ് അത്ര മോശപ്പെട്ട ആളൊന്നുമില്ല. കാരണം പണ്ട് മുതലേ ബിസിനസ് ചെയ്യുന്ന വലിയൊരു ബിസിനസ് ടൈക്കൂണാണ്, ഒരു കോർപ്പറേറ്റ് ഹെഡാണ്, ഒരു ബില്യനറാണ്. അപ്പം പുള്ളിക്കറിയാം വ്യാപാരവും ട്രേഡും ഇക്കോണമിയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് എങ്ങനെ കളിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിൻ്റെ തുറുപ്പിയിട്ട് ഇറക്കണം എന്നുള്ള കാര്യത്തിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാവരും വിചാരിക്കണം ട്രംപ് ഒറ്റയ്ക്കല്ലോ. കാരണം അമേരിക്ക എന്ന് പറഞ്ഞൊരു ഭരണകൂടം, വലിയൊരു സംവിധാനമല്ല ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അധിപനാണല്ലോ ട്രംപ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപ് എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമല്ല, ഒരു വലിയൊരു സംവിധാനത്തിൻ്റെ നയപരിപാടിയാണ്, തീരുമാനമാണ് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ. അപ്പം ചൈനയുടെ മാർക്കറ്റിൽ നിന്നും അവർ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സാധന സാമഗ്രികൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് കയറ്റുമതി, അവർ ചെയ്യുന്ന കയറ്റുമതിക്ക് ഒരു തടസ്സം സൃഷ്ടിക്കാനായാൽ ചൈനയുടെ കയ്യിലേക്ക് വരുന്ന പൈസയുടെ അളവ് കുറവല്ലോ തീർച്ചയായിട്ടും. അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഡോളേഴ്സ്, ഫോറിൻ കറൻസി, ഫോറിൻ റിസർവ് ഉണ്ടാകും. അപ്പോൾ അവരുടെ എക്സ്പോർട്ട് കുറയുമ്പോൾ നാച്ചുറലി ഈ പറഞ്ഞ ഫോറിൻ കറൻസിയുടെ വരവ് ചൈനീസ് എക്കോണമിയിലേക്കുള്ള അതൊരു സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ് ചെയ്യുന്നത്. അപ്പം നാച്ചുറലി ചൈനയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഒരു ദൗർബല്യം ഉണ്ടാക്കി വെക്കും എന്നുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള എക്കണോമിക്സ് ആയതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയനെ അധികം പണക്കാതെ ചൈനയിൽ മാത്രമായിട്ട് അമേരിക്കയുടെ ഫോക്കസ്, അല്ലെങ്കിൽ ചൈനയെ മാത്രം ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടം വന്നു നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലോകത്തിൻ്റെ നമ്പർ 1 ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബ് അല്ലെങ്കിൽ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഫാക്ടറിയാണ്, അല്ലെ, ഗ്ലോബൽ ഉൽപാദനത്തിൻ്റെ ഫാക്ടറി എന്നാണ് ചൈന നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വിശേഷിപ്പിക്കുന്നതിൽ അതാണ് സത്യം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചൈനയെ അമേരിക്കയുടെ ഇന്ത്യയുടെയും തീർച്ചയായിട്ടും, കാരണം നമുക്കറിയാം ഇന്ത്യക്ക് തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ പാകിസ്ഥാനും ബംഗ്ലാദേശും, പ്രത്യേകിച്ച് നേപ്പാൾ, ഇതുപോലെ ശ്രീലങ്ക നമ്മുടെ കൈവിട്ട് പോയതാണ്, ഇപ്പം നമുക്ക് തിരിച്ച് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ചൈന അവരുടെ സാമ്പത്തിക ശക്തിയും അധികാരവും ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ പരിധിയിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സുരക്ഷാ ഭീഷണി എത്രത്തോളമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമേരിക്കയുടെ കാര്യത്തിൽ ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അമേരിക്ക ചൈനയെ ഇപ്പോഴേ ഒരു തടയിടുന്നത്. നേരത്തെ തന്നെ ഇടണ്ടായിരുന്നു, പക്ഷേ അത് ലേറ്റ് ആയിപ്പോയെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ഇങ്ങനൊരു തടസ്സം സൃഷ്ടിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചൈന ഒരു വലിയൊരു ബ്ലോക്ക് ഉണ്ടാക്കുകയും
അപ്പോൾ അത് അമേരിക്കയുടെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള താല്പര്യങ്ങൾക്ക് അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി ട്രംപിൻ്റെ ഈ ഒരു നയപരിപാടിയിലുണ്ട്. അപ്പം ബാക്കി രാജ്യങ്ങൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. കാരണം ബാക്കി രാജ്യങ്ങൾക്ക് ഇളവ് നൽകിയാൽ ആ രാജ്യങ്ങൾ അമേരിക്കയോട് കൂടുതൽ താല്പര്യങ്ങൾ കാണിക്കുകയും അത് ഓൾറെഡി ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ അവർ സമ്മതിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കയുമായിട്ടുള്ള പിന്നെ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞ ട്രേഡിനകത്തിൽ നിലനിൽക്കുന്ന ഈ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയാസ് സോൾവ് ചെയ്യാമെന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അതിനാണ് 90 ദിവസത്തെ ഒരു പോസ് അല്ലെങ്കിൽ ഒരു നിർത്തിവെക്കൽ ട്രംപ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഗ്യാരണ്ടി കിട്ടിയിട്ടുണ്ട്. എന്താ, ഞങ്ങൾ നിങ്ങളുമായിട്ട് പിന്നെ വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറല്ല, മറിച്ച് നമുക്ക് സംഭാഷണത്തിൽ ഏർപ്പെട്ട് എവിടെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ അത് പരസ്പരം നമുക്ക് മ്യൂച്വൽ ഇൻട്രസ്റ്റ്, പരസ്പര താല്പര്യങ്ങൾ അനുസരിച്ച് പരിഗണിച്ച് നമുക്ക് മുമ്പോട്ട് പോകുന്ന ഇന്ത്യ ഉൾപ്പെടെ ആസിയാൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ആ ഒരു ഇളവ് ഈ പറഞ്ഞ 10-75 രാജ്യങ്ങൾക്ക് മുകളിൽ വരുന്ന രാജ്യങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ചൈന ഇതുവരെ ആ ഒരു തലത്തിലേക്ക് വന്നിട്ടില്ല. ചൈന എന്ന് പറഞ്ഞാൽ ട്രംപ് എത്ര ടാരിഫ് അങ്ങോട്ട് ഏർപ്പെടുത്തുന്നു അതുപോലെ തന്നെ അതേ നാണയത്തിൽ തിരിച്ച് ഇങ്ങോട്ട് അടിക്കുകയാണ്. ഇപ്പം ട്രംപിൻ്റെ പോളിസിക്കെതിരെ ചൈന പിന്നെ അടിയറവ് പറഞ്ഞിട്ട് ഈ റെസിപ്രോക്കൽ ടാരിഫ് ചൈന ചുമത്തുന്നതിൽ നിന്ന് ചുമത്താതിരുന്നാലും അതിൽ നിന്ന് പിന്മാറിയാലും ട്രംപ് ഈ നിലപാട് തന്നെ തുടർന്നേനെ എന്നാണ്. കാരണം അമേരിക്കയുടെ ട്രംപിൻ്റെ ലക്ഷ്യം ചൈന മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചൈനയുടെ ഭാഗത്തുനിന്ന് എത്ര ഒരു എന്താണ് പറയുന്നത് ഒരു പിന്നെ അനുകൂലമായിട്ടുള്ള നിലപാടാണെങ്കിൽ തന്നെയും ട്രംപ് അതിന് സമ്മതിക്കത്തില്ല എന്നതിനാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചൈനയുടെ മുകളിൽ ഭയങ്കരമായിട്ടുള്ള നികുതി ചുമത്തിയിട്ടുണ്ട്. 145% നികുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ പ്രോഡക്ട്സ് അമേരിക്കയിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് വിറ്റഴിക്കാൻ സാധിക്കത്തില്ല. ഭയങ്കരമായിട്ടുള്ള വിലയായിരിക്കും തന്നെ. അപ്പോൾ 145% ഉണ്ട് എന്ന് വൈറ്റ് ഹൗസ് ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. 104% നിന്ന് 125% തീരുവ ഉയർത്തിയിട്ടുണ്ട്. അപ്പം നേരത്തെയുള്ള 20% കൂടെ കൂട്ടി 145% മൊത്തം ടോട്ടൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള യഥാർത്ഥ തീരുവ 145%. അപ്പോൾ അത് അമേരിക്കയിലേക്ക് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അത് വിറ്റഴിക്കാനുള്ള ബുദ്ധിമുട്ട് ചൈനയ്ക്ക് നന്നായിട്ട് അനുഭവപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ചൈന ഇതുപോലെ തന്നെ 2 ഘട്ടമായിട്ട് 84% നികുതി അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്നു. അപ്പോൾ ട്രംപ് ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കി, അത് പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും ടാരിഫ് ഏർപ്പെടുത്തുന്നുള്ള ആ ഒരു ഭീഷണി. അപ്പോൾ അതിൻ്റെ പുറത്താണ് ട്രംപ് വീണ്ടും ചൈനയ്ക്കെതിരെ പറഞ്ഞ ടാരിഫ് ഏർപ്പെടുത്തിയത്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാണ് 145% അതല്ല. അപ്പോൾ അമേരിക്കയുടെ പ്രോഡക്ട്സിന് മുകളിൽ ഇനിയും ടാരിഫ് ചുമത്തും, ഇനിയും അത് ഉയർത്തും എന്നുള്ള അഭ്യൂഹവും ചൈനയിൽ നിന്നുണ്ട്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ടാരിഫ് മരവിപ്പിച്ചത് ഫ്രീസ് ചെയ്ത് ചൈനയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. കാരണം ചൈനയ്ക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് ഗുണകരമാവുകയും അവർക്കതൊരു അവസരമായി മാറുകയും പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അവസരമായി മാറുകയും പിന്നെ ഇതിനിടയ്ക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ ശക്തമായിട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അത് മറ്റൊരു സബ്ജക്റ്റാണ്, മറ്റേ വീഡിയോയിൽ പറയാം. അതായത് ചൈന ഈ ട്രംപിൻ്റെ ആദ്യത്തെ ഭരണ സമയത്ത് ഇതുപോലെ ചൈനയുടെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തി. ഇപ്പോൾ ചൈന ഇത് മെക്സിക്കോയിലേക്ക് അവരുടെ ഈ മാനുഫാക്ചറിങ് ബേസ് എല്ലാം മാറ്റിയിട്ട് അവിടുന്ന് പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ട് മെയ്ഡ് ഇൻ മെക്സിക്കോ എന്നുള്ള ലേബലിൽ അമേരിക്കയിലേക്ക് അവർ കയറ്റുമതി ചെയ്യായിരുന്നു. കാരണം മെക്സിക്കോ അമേരിക്കയും തമ്മിൽ ഫ്രീ ട്രേഡ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ബംഗ്ലാദേശിനെ അവർ ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു പിന്നെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ചൈനയിൽ നിന്ന് വൻതോതിൽ ഇറക്കുമതി ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഈ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരിപാടി. കാരണം ലോക സമ്പദ് വ്യവസ്ഥയിൽ അങ്ങനെയാണല്ലോ, ആൾക്കാർ കച്ചവടം ചെയ്യുന്നത് ഏറ്റവും വില കുറഞ്ഞ സ്ഥലത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ കൂടെ അവർക്ക് ലോക വിപണിയിൽ വിറ്റഴിക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് വളരെ കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കച്ചവടക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് രാജ്യത്തിൻ്റെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ രാജ്യസ്നേഹമൊന്നും അവർക്ക് വിഷയമല്ല. കച്ചവടം ചെയ്യുന്ന ചെറുതായാലും വലുതായാലും ആൾക്കാർക്കൊന്നുമല്ല. അപ്പോൾ അവർ നോക്കുന്ന പരമാവധി ലാഭം എങ്ങനെ ഉണ്ടാക്കാം, അവർക്ക് പരമാവധി വിപണി എങ്ങനെ കീഴടക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവർ
സ് നോക്കുന്നത്, അവിടെ ഒരു പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ലോകത്തെല്ലാ രാജ്യത്തുമുള്ള കച്ചവടക്കാർ അല്ലെങ്കിൽ വിപണിയിൽ ഏർപ്പെടുന്ന ആൾക്കാരെല്ലാം തന്നെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ഇപ്പോൾ കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മൾ കൂടുതൽ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാറില്ലല്ലോ. ഏറ്റവും ചീപ്പായിട്ടുള്ള കമ്മോഡിറ്റീസ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള കമ്മോഡിറ്റി എവിടെ കിട്ടും അവിടെ നമ്മൾ മേടിക്കും, എന്നിട്ട് മാക്സിമം പ്രോഫിറ്റിൽ നമ്മൾ വിൽക്കുകയാണ് പതിവ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയായിട്ടുള്ള ഇപ്പോൾ ടാരിഫ് നിർത്തിവെച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വലിയ കോൺസ്ട്രെയിൻ്റ് അല്ലെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ ചൈനയിൽ നിന്ന് നമ്മൾ ലോ കോസ്റ്റിൽ വൻതോതിൽ, ചൈനയിൽ നമ്മളെന്ന് പറഞ്ഞാൽ ചൈനയുടെയും കൂടെ പിന്നെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ ചൈനീസ് ബിസിനസ്സുകാരുമായിട്ടുള്ള കൊളാബറേഷൻ കൂടെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡ് അടിച്ചിട്ട്, അത് ഞാൻ നിസ്സാരമായിട്ട് പറഞ്ഞെങ്കിലും നിസ്സാരമല്ല, അതിനൊക്കെ ലീഗലായിട്ടുള്ള വഴികളുണ്ടെന്ന് തന്നെയും അത് സാധിക്കും. കാരണം ചൈന മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്താണ് പല രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം ബംഗ്ലാദേശിൻ്റെ മുകളിൽ ടാരിഫ് കൂടുതലാണെങ്കിൽ തന്നെയും ചൈനയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമേരിക്ക ബംഗ്ലാദേശിൻ്റെ മുകളിൽ ഏർപ്പെട്ടുള്ള ടാരിഫ് കുറവാണ്. അപ്പം ബംഗ്ലാദേശിനെ ബേസ് ആക്കി അവരുടെ മാനുഫാക്ചറിങ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ അവർക്ക് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെ ചൈനയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ വില കുറച്ച് തീർച്ചയായിട്ടും അവർക്ക് ബംഗ്ലാദേശിൽ നിന്ന് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ രാജ്യങ്ങളെ ഒരു ടാർഗറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയാണ് ചൈന ഇന്ത്യയായിട്ട് ഈ അടുത്തുകൂടി കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അടുത്തുകൂടി നമ്മളുമായിട്ട് സൗഹൃദം പുനഃസ്ഥാപിക്കാനും ഇനിയും പിന്നെ നമ്മുടെ അതിർത്തിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ ഉറപ്പ് തന്ന് ഞങ്ങൾ നല്ല പുള്ളിയാണ് എന്നൊക്കെയുള്ളൊരു വ്യാജേന നമ്മളുടെ മുമ്പിൽ നിന്ന് ഈ കൈ കോർക്കലിൻ്റെ പിന്നിലെ ഒരു അവിടെ ഗൂഢ ലക്ഷ്യം ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർ നേരത്തെ മുന്നേ കണ്ടാണ് ട്രംപ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും, പണി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന വലിയൊരു പിന്നെ സാമ്പത്തിക അവസരമായിരിക്കും. അപ്പോൾ അതിനെ മുന്നേ കണ്ടുകൊണ്ടാണ് ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കൂടുതൽ അവർ ഊഷ്മളമാക്കാനും അല്ലെങ്കിൽ സുദൃഢമാക്കാനും ഒക്കെ ശ്രമിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യക്ക് എത്രത്തോളം ഭീഷണിയാകും എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഓൾറെഡി ട്രേഡേഴ്സിനോടും പിന്നെ വ്യാപാരത്തിൽ ഏർപ്പെട്ട ആൾക്കാരോടൊക്കെ ഒന്ന് വാൺ ചെയ്തിട്ടുണ്ട്. കാരണം ഇതുപോലുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് വൻതോതിൽ ഇറക്കുമതി ചെയ്തിട്ട് അത് മെയ്ഡ് ഇൻ ഇന്ത്യ പിന്നെ ലേബലടിച്ച് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കർക്കശമായിട്ടുള്ള നടപടി എടുക്കുമെന്നുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെ എനിക്കൊന്ന് പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വാച്ചിയുടെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് യു എസിനെ വെല്ലുവിളിക്കാമെന്നായിരുന്നു ചൈനയുടെ കണക്കൂട്ടൽ, ഈ പറഞ്ഞ പോലെ തന്നെ. കാരണം ചൈനയ്ക്ക് ഡയറക്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ടാരിഫ് ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ ഈ ഒരു താവളമാക്കിക്കൊണ്ട് അവിടുന്ന് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കാം എന്നുള്ളതായിരുന്നു ചൈനയുടെ ആഗ്രഹം. അപ്പം അതിനും ഏകദേശം ഒരു തിരിച്ചടിയായിട്ടുണ്ട്. കാരണം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ വളരെ കർക്കശമായിട്ടുള്ള നിലപാടെടുക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയുടെ സമീപനമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കയറ്റുമതിക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എത്തിച്ച ശേഷം ഇവിടെ നിന്ന് കുറഞ്ഞ തീരുവ നൽകി കയറ്റി അയക്കുന്നതിനെതിരെയായിരുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അപ്പോൾ യു എസിൻ്റെ ലക്ഷ്യം ചൈനയാണ് എന്ന് വ്യക്തമായതോടെ കേന്ദ്രം ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു. കാരണം അത് ഇന്ത്യക്കും അനുകൂലമാണ്. അപ്പോൾ അന്നേരം ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് അമേരിക്ക എടുക്കുമ്പോൾ വീണ്ടും ചൈനയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ചൈനയിൽ നിന്ന് വൻതോതിൽ ഇറക്കുമതി ചെയ്തിട്ട് ഇവിടുന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ അതിനെതിരെ കേന്ദ്ര സർക്കാർ വളരെ കർക്കശമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പം മറ്റ് രാജ്യങ്ങൾ അമേരിക്കയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചൈനയോട് അല്പം ഇടഞ്ഞാൽ തന്നെയും പിന്നെ ചൈനയ്ക്ക് അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ പുറമേ കാണുന്ന പോലല്ല. എന്നാലും കോവിഡിന് ശേഷം അവരുടെ വളർച്ചാ നിരക്കൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ട്രേഡിലൊന്നും, കാരണം 2024 അവർ തന്നെ ഏറ്റവും ഒരു ട്രില്യൺ 1.4 ട്രില്യൺ ഡോളറിൻ്റെ ടോട്ടൽ ട്രേഡ് അവർ നടന്നിട്ടുണ്ട്. പിന്നെ അതിലൊന്നും വലിയ കുറവുകളോ അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ അവരല്പം വീക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ട്രംപ് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചൈനയെ ദുർബലപ്പെടുത്താൻ സാധിക്കും. പിന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞ 10-75 രാജ്യങ്ങൾക്ക് ഈ ഇളവുകൾ കൊടുത്തു, 90 ദിവസം ഇളവുകൾ കൊടുത്തൊക്കെ തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും ഇത് വളരെ രൂക്ഷമായിട്ടുള്ളൊരു അമേരിക്ക ചൈന ട്രേഡ് വാർ, വ്യാപാര യുദ്ധം. അപ്പോൾ ഈ വ്യാപാര യുദ്ധത്തിൽ കൂടി ആദ്യം ചൈനയെ തളർത്തിയിട്ട്
പിന്നീട് അവർ ചൈനയെ ഏത് രീതിയിലായിരിക്കും കോൺഫ്രണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. കാരണം അമേരിക്കയുടെ നയങ്ങൾ അങ്ങനെയാണല്ലോ എപ്പോഴും അങ്ങനെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ അവർക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇറാഖിനെതിരെയോ ഇറാനെതിരെയൊക്കെ യുദ്ധം ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ മണ്ടയ്ക്ക് ശക്തമായിട്ടുള്ള ഗ്രാജുവലായിട്ടുള്ള ഇക്കണോമിക് സാങ്ഷൻ, അതായത് ഏം, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും. അപ്പോൾ സാമ്പത്തിക ഉപരോധം ഒരു രാജ്യത്തിനെതിരെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ആ രാജ്യം സാമ്പത്തികമായിട്ട് നട്ടം തിരിയുക, അവരുടെ നട്ടലൊടിയുക എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ചൈനയെ പോലുള്ളൊരു വലിയ രാജ്യത്തിനെ അത്ര പെട്ടെന്ന് ഒതുക്കാൻ സാധിക്കത്തില്ല. ഇതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് ഗ്രാജുവലായിട്ട് മാത്രമേ അവർക്ക് ഒതുക്കാൻ കഴിയൂ. അപ്പോൾ അതാണ് ടാരിഫ് എന്ന് പറഞ്ഞ മേഖലയിൽ തുടങ്ങി ചൈനയ്ക്കെതിരെ ഈ ശക്തമായിട്ടുള്ള ആക്രമണം ഇപ്പോൾ അമേരിക്ക അഴിച്ചുവിടുന്നത്. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ട് ചൈനയെ ദുർബലപ്പെടുത്തിയിട്ട് അതിനുശേഷം പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഫേസ് നമുക്ക് കണ്ടറിയണം, എങ്ങനെയായിരിക്കും അമേരിക്ക ചൈനയെ പിന്നെ കണ്ടെയ്ൻ ചെയ്യാൻ പോകുന്നത്, ഒതുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു അവസരമാണ്. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയും ട്രംപും ചൈനയെ ഒതുക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനിയും വരുന്ന കാര്യങ്ങൾ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. തൽക്കാലം ഇത്രയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി സാറ്റർഡേ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സീ യു അഗൈൻ.